ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് സ്പെഷ്യലാണ്. ഒത്തിരി ദിവസത്തെ ബ്രേക്കിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യണത്. കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വീഡിയോയുടെ എൻ്റെ ഒരു സർപ്രൈസ് ഉണ്ട്. നിങ്ങൾ മിസ് ചെയ്യാതെ ഈ വീഡിയോ നിങ്ങളൊന്ന് കാണണം കേട്ടോ. ആക്ച്വലി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോപ്പർ ടീ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളുണ്ട്. കോപ്പർ ടീ എന്താണ്, കോപ്പർ ടീ എപ്പോൾ ഇൻസേർട്ട് ചെയ്യാം, കോപ്പർ ടീ ഇടുന്നത് കൊണ്ടുള്ള യൂസസ് എന്താണ്, ഇത് ആർക്കൊക്കെയാണ് അത് ഇടാൻ പാടില്ലാത്തത്, കോപ്പർ ടീ പ്ലസ് പ്രഗ്നൻസി വരുമോ, ഇതൊരു 100% ഒരു എന്താ പറയുക സേഫ്റ്റി ആയിട്ടുള്ള ഒരു 100% നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രഗ്നൻസി കൺട്രോൾ മെത്തേഡാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഞാൻ പറയാറുണ്ട് എൻ്റെ വീഡിയോസിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ വീഡിയോസിൽ ഞാൻ കൂടുതൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറ്. ഇത് തീർച്ചയായിട്ടും അതായത് പൂർണ്ണമായിട്ടും എൻ്റെ ഒരു എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളായിരിക്കത്തില്ല വേറൊരാൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. പക്ഷെ എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പേര് ജിസ്മി, ഞാൻ രജിസ്റ്റേർഡ് നേഴ്സ് ആണ്. എന്താണ് കോപ്പർ ടീ? കോപ്പർ ടീ എന്ന് പറയുന്നത് ഒരു ടീ ഷേപ്പിലുള്ള ഒരു ഡിവൈസ് ആണ് കോപ്പർ ടീ എന്ന് പറയുന്നത്. അത് ആക്ച്വലി ഈ കോപ്പർ ടീനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഇൻട്രായൂട്രൈൻ ഡിവൈസ് എന്ന്. അതായത് യൂട്രസിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ്. അപ്പം അത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഹോർമോൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ടീ ഷേപ്പുള്ള ഡിവൈസ് ഉണ്ട്, അല്ലെങ്കിൽ ഹോർമോൺ അല്ലാത്ത രീതിയിലുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ ചെന്ന ഡോക്ടറിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞു തരും ഏത് വെക്കണം. അത് ഓരോരുത്തർക്ക്, അതായത് ഇത് കോപ്പർ ടീ നമുക്ക് ശരിക്കും ഗർഭനിരോധന മാർഗത്തിനേക്കാളും നമ്മൾ ചില അസുഖങ്ങൾക്ക് നമ്മൾ ഇത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ഗർഭനിരോധന മാർഗത്തിൽ നമ്മൾ യൂസ് ചെയ്യണതാണ് കോപ്പർ ടീസ് പറയണത്. അതായത് അത് ഹോർമോൺ ഇല്ലാത്തതാണ് ഈ കോപ്പർ ടീസ് എന്ന് പറയണത്. അതിനകത്ത് മെയിനായിട്ട് ഒരു കോപ്പറിന്റെ കണ്ടന്റ് ആണ് വരുന്നത്. ഒരു ടീ ഷേപ്പിലുള്ള ഡിവൈസ് ആണ്. ആ ടീ ഷേപ്പിന്റെ എന്തെങ്കിലും ഒരു ത്രെഡ് ഉണ്ടാവും. ഞാൻ പിക്ചർ ഇവിടെ കൊടുക്കാം. അപ്പൊ ഈ ഷേപ്പിലാണ് കോപ്പർ ടീ ഉണ്ടാവുക. നമ്മുടെ എല്ലാ പ്രൈമറി PHSയിലും ഇത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടുത്തെ മിഡ് വൈഫ്സ് ആണ് അത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് നമുക്കത് ഇൻസേർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് സ്റ്റെറിലിറ്റി കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എപ്പോഴാണ് ഇൻസേർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇത് ഇൻസേർഷൻ വരണത് നമുക്ക് നമ്മുടെ മെൻസ്ട്രൽ പീരീഡിന്റെ, അതായത് മെൻസ്ട്രൽ സൈക്കിളിന്റെ ഏത് ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇൻസേർട്ട് ചെയ്യാം. ഏറ്റവും കൂടുതൽ നമുക്കിത് ഇൻസേർഷൻ ഈസി ആവുന്ന സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീരീഡ്സ് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസത്തിന് 3 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞിട്ട് ഇൻസേർട്ട് ചെയ്യണതായിരിക്കും. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെർവിക്സിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് കുറച്ച് താഴെയായിരിക്കും. അപ്പൊ അതിന്റെ ഇൻസേർഷൻ ഈസി ആയിരിക്കും. അതുകൂടാണ്ട് ഡെലിവറി കഴിഞ്ഞിട്ട്, അതായത് സിസേറിയൻ ആയിക്കോട്ടെ നോർമൽ ഡെലിവറി ആയിക്കോട്ടെ, ഇമ്മീഡിയറ്റ് പ്ലാസന്റ് ഒക്കെ എടുത്തതിന് ശേഷം ഇത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിനേക്കാളും തൊട്ട് മുമ്പ് ചില ഹോസ്പിറ്റലുകളിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഈ നമ്മളിപ്പോൾ പോകുന്നു, ഡിസ്ചാർജ് ചെയ്തൊക്കെ പോകുന്നു, 45 days കഴിഞ്ഞ് നമ്മൾ ചെല്ലാനാണ് പറയുക ചില ഹോസ്പിറ്റലുകളിൽ. പിന്നെ അവർ ചോദിക്കും പ്രഗ്നന്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ. അതാണ് അവർ മസ്റ്റായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഇൻസേർഷന്റെ ടൈം എന്ന് പറയണത്. പിന്നെ ഇത് ഇൻസേർട്ട് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഓൾറെഡി യൂട്രസിന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവര്, ഹെവി ബ്ലീഡിങ് ആയിട്ടുള്ളവര്, ഈ യൂട്രസിന്റെ പുറത്തും അതിന്റെ സൈഡിലും നമ്മൾ ഈ യൂറിൻ പാസ് ചെയ്യണ ഭാഗത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ഉള്ളവര്, അങ്ങനെയുള്ളവരും ഈ ക്യാൻസർ പേഷ്യൻസ് അങ്ങനെയുള്ളവരൊക്കെ ഒന്നും ഇത് അത്ര സജസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. സജസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല, ഇവർക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ പ്രൈമറി PHSന്ന് ചെയ്ത് കിട്ടും. ഇത് ആക്ച്വലി കോപ്പർ ടീ നമുക്ക് 3 വർഷത്തേക്ക് ഇടാൻ പറ്റണതുണ്ട്, 5 വർഷത്തേക്ക് ഇടാൻ പറ്റുന്നതുണ്ട്, 10 വർഷത്തേക്ക് ഇടാൻ പറ്റുന്നതുണ്ട്. അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ എടുക്കുന്ന ഡിസിഷനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഇത് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുത്ത് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ PHSയിലൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ പൈസ ഒന്നും ആവശ്യമില്ല. അവർ നമ്മുടെ ഹിസ്റ്ററി എടുക്കും. ഇപ്പോൾ PHSI പോയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഹിസ്റ്ററി എടുക്കും. അവർ കോപ്പർ ടീയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഒരു ഫോം ഫില്ല് ചെയ്യിപ്പിക്കും, നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കും. എന്നിട്ട് അവർ സ്റ്റെറൈൽ ആയിട്ടുള്ള രീതിയിലാണ് ഇൻസേർട്ട് ചെയ്യുക. അപ്പം ഞാൻ അങ്ങനത്തെ നിയർ ബൈ ആയിട്ടുള്ള
PHSCയിൽ പോയി. അവിടെ വെച്ച് നിന്നിട്ട് അവിടുത്തെ ഒരു നേഴ്സായിരുന്നു. ഡോക്ടറിനെ കണ്ട് ഡോക്ടറാണ് കേട്ടോ പ്രിസ്ക്രൈബ് ചെയ്യുക ഇത് ഇൻസർഷൻ. അപ്പോൾ ഈ സ്ലിപ്പ് കൊണ്ട് നമ്മൾ നേഴ്സിൻ്റെ അടുത്ത് കൊടുക്കുക. അപ്പം നേഴ്സും ഒരു ആശാ വർക്കറും ഉണ്ടായിരുന്നു ആ സമയത്ത് ഇത് ഇൻസർഷൻ ചെയ്യണ സമയത്ത്. അവിടെ പോയി ആക്ച്വലി അത് ഫെയിലിയർ ആയിരുന്നു. അവർക്കത് സെർവിക്സ് അത്ര ഓപ്പൺ ആയിട്ട് കാണാനായിട്ട് പറ്റിയിട്ടില്ല. ആക്ച്വലി ഞാൻ ഡെലിവറി കഴിഞ്ഞ് ഒരു 48 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഇത് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു 3-4 പ്രാവശ്യമൊക്കെ ഒത്തിരി ട്രൈ ചെയ്യാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഇത് ഇൻസർഷൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, അതായത് സെർവിക്സ് ഓപ്പണിങ് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതായത് അവർക്ക് അപ്പോൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ നല്ല എന്താ പറയാ, അവര് ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. ലേബർ റൂമിൽ ചെറിയൊരു മൈനറായിട്ട് ഇങ്ങനെ പ്രൊസീജിയർ ചെയ്യണ ഒരു പ്ലേസ് ഉണ്ട്. അവിടെ കൊണ്ടുപോയി ഒരു 10 മിനിറ്റ് പോലും എടുത്തില്ല. ഭയങ്കര സ്റ്റെറൈലായിട്ട് അവരൊരു T ഷേപ്പിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ഇത് ഇൻസേർട്ട് ചെയ്യുക ഉള്ളിലേക്ക്. സ്പെക്കുലം വെക്കും. നമ്മൾ നന്നായിട്ട് റിലാക്സ് ചെയ്ത് കിടക്കുക. ആ ഡോക്ടർ എൻ്റെ അടുത്ത് ഒത്തിരി സംസാരിച്ചു. ഞാൻ തന്നെ അറിഞ്ഞില്ല അത് ഇൻസേർട്ട് ചെയ്തത്. എനിക്കങ്ങനെ പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ അത് ഇൻസേർട്ട് ചെയ്യാൻ പോണേക്കാളും മുമ്പ് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവുക. അതിനുശേഷം അവരൊരു 10-20-25 മിനിറ്റോളം നമ്മൾ അവിടെ കിടത്തും. അത് കിടത്തേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചില സൈഡ് എഫക്റ്റ് ഉണ്ട്. അതായത് ചിലപ്പോൾ നമുക്ക് അടിവയറ്റിൽ നല്ല പെയിൻ ഉണ്ടാവാം, ചിലപ്പോൾ പെട്ടെന്ന് തലകറക്കം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ നന്നായിട്ട് വോമിറ്റിംഗ് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ എന്തെങ്കിലും ഇതിന്റെ ഡിസ്ലോഡ്ജ്മെന്റ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡോക്ടർ കുറച്ച് നേരം ഒബ്സർവേഷനൊക്കെ എടുത്തി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നത് പിന്നെ ഇപ്പോൾ ഒരു ലേറ്റർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ഉണ്ട്. അതായത് ചിലപ്പോൾ ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രൽ ബ്ലീഡിങ് കാണാനായിട്ട് പറ്റും, ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവത്തില്ല. അങ്ങനെ നമ്മുടെ മെൻസ്ട്രേഷൻ ചിലപ്പോൾ ഫുൾ ഇതാവും എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഇത് പ്ലസ് പ്രഗ്നൻസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് പറഞ്ഞത് ഒരു 1% മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. 99% സേഫ് ആണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇത് ഈ കോപ്പർ ടീ അവിടെ തന്നെ ഇരിക്കണം എന്നില്ല. ഇത് ചിലപ്പോൾ പ്ലേസ്മെന്റ് മാറി ചിലപ്പോൾ യൂട്രസിന്റെ പുറത്ത് പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ യൂട്രസിന്റെ ഉള്ളിൽ തന്നെ ഡിസ്ലോഡ്ജ് ആവാനുള്ള സാധ്യതയുണ്ട്, ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അത്ര സേഫ് അല്ല. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡിസ്ലോഡ്ജ് ആയിട്ട് വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് സിവിയർ ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ആണ്. ഈവൻ നമ്മുടെ യൂട്രസ് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണ് അത്. അതായത് നമ്മുടെ ചെറുപ്രായത്തിൽ തന്നെ യൂട്രസ് ഒക്കെ റിമൂവ് ചെയ്യാന്ന് പറയുന്നത് അത്ര കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് എല്ലാ കാര്യത്തിലും ഇല്ല കേട്ടോ. നമ്മളത് കറക്റ്റ് ആയിട്ട് ചെക്കപ്പും കാര്യങ്ങളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അത് പോകും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇത് കയറി വേറെ ഒരു പ്ലേസ്മെന്റിലേക്ക് പോവാനായിട്ട് അത്ര സമയമൊന്നും വേണ്ട. ബിക്കോസ് ഞാൻ പറയാനുള്ള കാരണം ഞാനിത് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു 8 മന്ത് ആയിട്ടുള്ളൂ. ഞാൻ 3 മന്ത് കൂടുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഫോളോ അപ്പ് എടുക്കുന്ന ആളാണ്. ഞാൻ നാട്ടിൽ നിന്നാണ് ഇട്ടിട്ട് വന്നത്. എനിക്ക് അറിയണ കുറച്ച് ആൾക്കാരുണ്ട് ഇത് മൂലം ഇൻഫെക്ഷൻ വന്ന് യൂട്രസ് എടുത്ത് കളഞ്ഞവര്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കറക്റ്റ് ഫോളോ അപ്പ് എടുക്കുന്ന ആളാണ്. പക്ഷെ എൻ്റെ പ്രോബ്ലം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മെൻസസ് കാണില്ലായിരുന്നു. 2 മന്ത് കൂടുമ്പോഴേ കാണത്തുള്ളായിരുന്നു. അപ്പോൾ ഈ മെൻസ് പീരീഡ്സ് ആയി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ബ്ലീഡിംഗ് ഒക്കെ നിന്നതിന് ശേഷമാണ് ഞാൻ ഡോക്ടറിനെ പോയി കാണാറ്. അങ്ങനെ ഞാൻ 3 മന്ത് പോയി കണ്ടു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വിസിറ്റിന് പോവാണ്. ലാസ്റ്റ് ദിവസം ഈ 1-ാം തീയതിയാണ് ഞാൻ പോയത്. നമ്മൾ ചെല്ലുമ്പോൾ ഡോക്ടർ ഒന്നല്ലെങ്കിൽ അപ്പുറേ കൂടെ ചെക്ക് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ട്രാൻസ്വജനൽ അതായത് താഴ്ഭാഗത്ത് കൂടിയാണ് ചെക്ക് ചെയ്യുക സ്കാൻ വഴിയിട്ട്. നമുക്ക് അത്ര പെയിനൊന്നും ഉണ്ടാവത്തില്ല താഴത്തു കൂടെ ചെക്ക് ചെയ്യുമ്പോൾ. ചിലവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭയങ്കര പെയിനാന്നുള്ളത്. കാരണം ഒത്തിരി ടെൻഷൻ അടിച്ച് ഒത്തിരി മസിൽ പിടിച്ച് കിടക്കുന്നവർക്കാണ് ഒരു പെയിൻ ഉണ്ടാവുക കേട്ടോ. അത് ഞാൻ എടുത്ത് പറയാൻ കാരണം നിങ്ങൾ റിലാക്സ് ആയിട്ട് എടുക്കുക എല്ലാ സാഹചര്യത്തിനും. ഇപ്പൊ ഒരു ട്രാൻസ്വജനലിൽ കൂടിയാണ് അതിന്റെ ത്രെഡിന്റെ പൊസിഷൻ നോക്കണത്. ചില ഡോക്ടർമാർ പറയും നിങ്ങളിത് പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫിംഗർ ഇൻസേർട്ട് ചെയ്തിട്ട് നോക്കിയാൽ മതി എന്നുള്ളത്. അപ്പോൾ അതായത് സർവീസ് കുറച്ച് താഴെ ആയിരിക്കും ഇരിക്കുക. അപ്പൊ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും എന്നാണ് പറയാം. പക്ഷെ അതിനേക്കാളും നല്ലത് നിങ്ങളൊരു ഡോക്ടറിനെ പോയി കണ്ട് ഫോളോ അപ്പ് എടുക്കുന്നതാണ്. അപ്പൊ പറഞ്ഞു വന്നത് ഇത് ഞാൻ പോയി കണ്ട് സ്കാൻ ചെയ്തപ്പോഴാണ് അറിയണത് 6 വീക്ക് പ്രഗ്നന്റ് ആണെന്നുള്ളത്. പിന്നെ അടുത്ത ടെൻഷനായി എനിക്ക്.
ഇനിയിപ്പോൾ എന്ത് ചെയ്യും, 6 വീക്ക് ആയല്ലോ. ആകെ ഷോക്കായിപ്പോയി. ഡോക്ടർ ചോദിച്ചു ബേബി കുഴപ്പമില്ല, എനിവേ ഇത് സെർവിക്സിലാണ് കിടക്കണത് ജിസ്മി, നമുക്കിത് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഇത് റിമൂവ് ചെയ്യാണ്. റിമൂവ് ചെയ്ത് പിന്നെ കേൾക്കണത് ബേബിക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് ഞാനൊന്ന് ഓക്കെ ആയത്. ഇവൻ നമുക്ക് കിട്ടി. ഇപ്പൊ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കോപ്പർട്ടി ഇട്ടതെങ്കിൽ കൂടിയും നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു, നമ്മളതിനെ ഫേസ് ചെയ്തേ പറ്റൂ. അങ്ങനെ അത് റിമൂവ് ചെയ്ത് കളഞ്ഞു. റിമൂവ് ചെയ്ത് കളഞ്ഞ് പിന്നെ ബേബിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. എനിക്ക് 2-3 ദിവസം അത് റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഭയങ്കര അടിവയറ്റിൽ വേദനയായിരുന്നു. അപ്പൊ മനസ്സിൽ ഭയങ്കര തോട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഇതിനിപ്പോ എന്താവും എന്നുള്ളത്. എനിവേ ഇപ്പൊ ബേബിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പൊ 8 വീക്ക് കഴിഞ്ഞു, വെല്ലായിട്ടിരിക്കുന്നു. അടുത്തൊരു സർപ്രൈസ് ഉണ്ട്, അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ IUD ഫെയിലിയർ ആയിരുന്നു. പക്ഷെ ഒത്തിരി ആൾക്കാർ 5-10 വർഷം ഇട്ട് ഞാൻ കേട്ടവരും ഉണ്ട്. എനിവേ എനിക്കറിയത്തില്ല അതിൻ്റെ ഒരു സക്സസ് റേറ്റ് എങ്ങനെയാന്നുള്ളത്. എനിവേ എനിക്ക് അത്ര ഫെയിലിയർ ആയിരുന്നു കേട്ടോ. എനിവേ ഇതിടുമ്പോൾ ഇതിട്ട് എൻ്റെ സെർവിക്സ് ഫുൾ ഇൻഫെക്റ്റഡ് ആയിരുന്നു എന്നാണ് പറഞ്ഞത് ഡോക്ടർ. അതായത് മീൻസ് ഇത് ഡിസ്ലോഡ്ജ് ആയി വന്ന് കിടന്ന് അവിടെ കുറച്ച് നാൾ കിടന്നത്. ഒരു ഫോറിൻ ബോഡി ആണല്ലോ എനിവേ, നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് ഒരു ഫോറിൻ ബോഡിയാണ് നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിൽ. അതെന്തായാലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും നമ്മുടെ യൂട്രസിൽ. അത് താഴെ ഡിസ്ലോഡ്ജ് ആയി വന്ന് ഇൻഫെക്ഷൻ ആയി കൾച്ചറിന് വിട്ടു, അതിൽ ബാക്ടീരിയ ഉണ്ട്. അപ്പം അതിനുള്ള ആന്റിബയോട്ടിക്കും കാര്യങ്ങളും എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിവേ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, നമ്മൾ പ്രാർത്ഥിക്കുക നന്നായിട്ട്. അപ്പോൾ ഇതാണ് എനിക്ക് കോപ്പർട്ടീവ് കൊണ്ടുള്ള എനിക്കൊരു ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായേക്കണത്. അപ്പം ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യില്ല കോപ്പർട്ടി. പക്ഷെ കോപ്പർട്ടി ഇട്ട് സക്സസ് ആയിട്ടുള്ളവരും ഉണ്ട്, കോപ്പർട്ടി ഇട്ടിട്ട്. അപ്പോൾ ഈ കോപ്പർട്ടി പ്ലസ് ഈ കോണ്ടംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണവരും ഉണ്ട്. അപ്പോൾ ഇത് ഒത്തിരി ഫെയിലിയർ ആണ് ഇപ്പോഴത്തെ എനിക്കറിയണ ഒത്തിരി ആൾക്കാർക്ക് ഒത്തിരി ഫെയിലിയർ ഉണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ആദ്യത്തെ എയിമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലെ എന്നെപ്പോലെ ഒത്തിരി സിറ്റുവേഷൻസ് നേരിടുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ ഒരു 10 പേരിൽ ഒരാളായിരിക്കാം. പക്ഷെ ഇതേപോലത്തെ സിറ്റുവേഷൻ നിങ്ങൾക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി പറയാവാനായിട്ട് നിൽക്കണ്ട. നിങ്ങൾ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുക, വേറൊരു കാര്യങ്ങളിലേക്ക് തോട്ടിലേക്ക് ഒന്നും പോകണ്ട. നിങ്ങൾക്ക് ദൈവം തന്ന കാര്യമാണ് അത്. അപ്പം നിങ്ങൾ അതിനെ എന്ത് ചെയ്യുക, സംരക്ഷിക്കുക, ജന്മം കൊടുക്കുക. അതിനെ നോക്കാനുള്ള വഴി നമുക്ക് പിന്നെയുള്ള ദിവസങ്ങളിൽ ദൈവം നമുക്ക് തരും. അപ്പം നല്ലൊരു പോസിറ്റീവായിട്ടുള്ള വൈബിൽ കൂടി എടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കോപ്പർട്ടീവിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഈ വീഡിയോ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് എടുക്കുക. ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.